അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ബട്ടർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാംസഭാഗം മാത്രം എടുത്താൽ മതി, അതും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പുളിപ്പില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ ചിക്കൻ കുക്കാവണം, കാരണം നമുക്ക് ചിക്കൻ ഇനി അധികം വേവില്ല ഇതിൽ. ചിക്കൻ ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഇപ്പോൾ ഇവിടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 10-20 കാഷ്യൂസാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. കുറച്ച് കസ്തൂരി മേത്തിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.